നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ പാർട്ട് വരെ നമ്മൾ 43ാമത്തെ ചോദ്യം വരെ പറഞ്ഞു തീർത്തിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 44ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. മാക്സിമം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. GK പോർഷൻ, പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം വേറെ ഉണ്ട്. GK പോർഷൻ പരമാവധി നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർക്കാം. കാരണം ഇനി അങ്ങോട്ട് പോകുന്നതോറും സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കിടക്കുക. ഓക്കെ, 44. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ചോദ്യം കോൺകേവ് ദർപ്പണമാണ്. നമ്മൾ ലെൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കോൺവെക്സ് ലെൻസ് പ്രകാരമാണ് ഈ ലെൻസിന്റെ ഇക്വേഷൻ പറയുക. 1/f = 1/v - 1/u എന്നുള്ള ഇക്വേഷൻ. v എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. u എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം. ഓക്കെ, ഇവിടെ നമ്മൾ പിന്നെ കോൺകേവ് ദർപ്പണമായതുകൊണ്ട് എപ്പോഴും ഉത്തരം എന്തായിരിക്കും? അല്ലെങ്കിൽ എൻ്റെ പവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഉത്തരം നിങ്ങൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 1 - 8 സെൻറ്റിമീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, കാരണം ഇവിടെ കോൺകേവ് ആയതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എനിക്ക് ഇപ്പോൾ എഴുതി കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾ ഇക്വേഷൻ ഇതാണ്. 1/f = 1/v - 1/u എന്നുള്ളതാണ്. v എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എടുക്കുക. u എന്നുള്ളത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ്. v ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും u എന്നുള്ളത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരവുമാണ്. ഓക്കെ, നമ്മൾ 1/f = 1/v - 1/u എന്നുള്ളത് ഏതിൻ്റെ ഇക്വേഷനാണ്? കോൺവെക്സിൻ്റെ ആണ്. നമ്മൾ കോൺകേവ് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈനസ് പവർ ഇട്ട് ചെയ്യാവൂ. ചെയ്യുമ്പോൾ നമുക്ക് 1/f = 1/-40 - 1/-10 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് എടുക്കുക. ചെയ്ത് നമ്മൾ 5/40 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് -8 എന്നുള്ളതായിരിക്കും എൻ്റെ ഉത്തരം. ഓക്കെ, ഇനി 45. ഇന്ത്യയിലെ മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം എന്നുള്ളതാണ് 45ാമത്തെ ചോദ്യം. പക്ഷേ അത് നമ്മൾ 2025 കണക്കാണ്. അതിനകത്ത് നമ്മുടെ ഓപ്ഷൻ പ്രകാരം നമുക്ക് മുംബൈ എന്ന് പറയാം. ഓപ്ഷൻ പ്രകാരം ഏതാണ്? മുംബൈ ആണ്. പക്ഷേ 2026 ഓഗസ്റ്റിൽ ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ചെന്നൈ ആണ് കേട്ടോ. ഈ ചോദ്യത്തിലെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഏത് പറയാം? മുംബൈ എന്ന് പറയാം. പക്ഷേ 2026 ഓഗസ്റ്റിൽ ഇപ്പോൾ പുതിയ കണക്ക് വന്നതനുസരിച്ചുള്ളത് ചെന്നൈ ആണേ. അത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചോളുക. 46. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം അത് ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ആരാണ്? ഇറ്റലിയാണ്. ഓക്കെ, അതും കറണ്ട് അഫയേഴ്സ് ആയിട്ട് അത്രയും ഓർത്താൽ മതി. 47. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നതുകൊണ്ടാണ്? അത് കാൽസ്യം കാർബണേറ്റ് ആണ്. കുമ്മായം കാൽസ്യം കാർബണേറ്റ് രൂപം കൊള്ളുന്നതുകൊണ്ടാണ് ഈ കുമ്മായം അടിക്കുന്ന ചുമരുകളിൽ ഒരു തിളക്കം കാണപ്പെടുന്നത്. ഓക്കെ, അത് നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോയേക്കാം. അതും കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്തത്, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജനും അയൺ ക്ലോറൈഡും ഉണ്ടാവും. അത് FeCl3 അഥവാ അയൺ ക്ലോറൈഡും ഹൈഡ്രജനും രൂപം കൊള്ളും. അയൺ ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. ഇരുമ്പ് ഫയലിങ്ങുകളിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ അയൺ ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. അയൺ ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. ഓക്കെ, 49. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 10 എണ്ണം. നിങ്ങൾക്കറിയാമല്ലോ സബ്ഷെല്ലുകൾ SPDF എന്നുള്ള സബ്ഷെല്ലുകൾ അറിയാമല്ലോ. എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ 10 എണ്ണം, എഫിൽ 14. SPDF സബ്ഷെല്ലുകളുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെ, എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ 10 എണ്ണം, എഫിൽ 14 എണ്ണം. ഓക്കെ, അതാണ് എൻ്റെ ഉത്തരം. 10 എണ്ണം എന്നാണ്. കാരണം സബ്ഷെല്ലുകളുടെ എണ്ണം അറിയാമല്ലോ. SPDF ആണ് നമ്മൾ പറയാം. S 2, P 6, D 10, F 14. ഇവിടെ ഡി സബ്ഷെല്ലായതുകൊണ്ട് ഉത്തരം എത്രയാ? 10. അടുത്ത, ഡാഷിൻ്റെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. അത് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണിത് ഇൽമനൈറ്റ്. TiO2, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഓക്കെ, ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ
നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ഇത് ഇൽമനൈറ്റ്. ഓക്കെ, അടുത്ത് അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഏത് വാതക നിയമം അനുസരിച്ചാണ്? അത് ബോയിൽ നിയമമാണ് കേട്ടോ. ബോയിൽ നിയമം. അക്വേറിയത്തിനടിയിൽ നിന്നും ഇപ്പോൾ ജലത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്താണ് മുകളിലേക്ക് വരുമ്പോൾ ഈ കുമിളകളുടെ വലിപ്പം കൂടി വരാറുണ്ട്. അതിന് കാരണമായ നിയമം ഏതാണ്? ബോയിൽ നിയമം. എന്താണ് ബോയിൽ നിയമം? സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത അളവിലുള്ള വസ്തുവിന്റെ വ്യാപ്തം അതിലെ മർദ്ദത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. മർദ്ദം കുറയുമ്പോൾ എന്ത് കൂടും? വ്യാപ്തം കൂടും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജലത്തിൻ്റെ അടിയിലൊക്കെ എന്താണ് എന്ത് കൂടുതലാണ്? മർദ്ദം കൂടുതലാണ്. മുകളിലേക്ക് വരുമ്പോൾ ഈ മർദ്ദം എന്ത് ചെയ്യും? കുറയും. മർദ്ദം കുറയുമ്പോൾ ഇതിന് എന്ത് കൂടും? വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? വലുതായി വികസിച്ച് വരുന്നത്. ബോയിൽസ് നിയമം അതാണ്. സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത അളവിലുള്ള വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. വ്യാപ്തം മർദ്ദത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് മർദ്ദം കൂടുമ്പോൾ എന്ത് കുറയും? വ്യാപ്തം കുറയും. മർദ്ദം കുറയുമ്പോൾ എന്ത് കൂടും? വ്യാപ്തം കൂടും എന്നുള്ളതാണ് ഏത് നിയമം? ബോയിൽസ് നിയമം പറയുക. ഓക്കെ, ഇതനുസരിച്ച് താഴെ ഇപ്പം ജലത്തിൻ്റെയൊക്കെ താഴ്വശത്ത് എന്ത് കൂടുതലാണ്? മർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് അവിടെ വ്യാപ്തം കുറവായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ കുമിള രൂപങ്ങൾ. മുകളിലേക്ക് വരുന്തോറും എന്ത് കുറയും? ഈ മർദ്ദം കുറയുമ്പോൾ ഇതിന് എന്ത് കൂടും? വ്യാപ്തം എന്ത് കൂടി വലിയ കുമിളകൾ എന്ത് ചെയ്യും? രൂപം കൊള്ളുകയും ചെയ്യും. ഓക്കെ, അതാണ് ഏത് നിയമം? ഈ ബോയിൽസ് നിയമം എന്ന് പറയുന്ന നിയമം. അടുത്തേതാണ്? ചാൾസ് നിയമം. അടുത്ത ഓപ്ഷൻ നമുക്കൊന്ന് പറഞ്ഞാൽ ചാൾസ് നിയമം. താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടുകയും, താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമം. താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടുകയും താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന നിയമമാണിത് ചാൾസ് നിയമം. താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടുകയും താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് വെയിലത്ത് വെക്കുമ്പോൾ അത് പൊട്ടുന്നത് ഏത് നിയമമാണ്? ചാൾസ് നിയമമാണ്. കാരണം വെയിൽ ചൂട് വെക്കുമ്പോൾ എന്ത് കൂടും? ഈ വാതകത്തിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്. ഓക്കെ, ഇപ്പൊ താപനില കൂടുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം കൂടുകയും താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുകയും ചെയ്യുന്ന പറയുന്ന നിയമമാണിത് ചാൾസ് നിയമം. അടുത്താണ് അവഗാഡ്രോ നിയമം. തുല്യമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന എല്ലാ വാതകങ്ങളുടെയും തുല്യവ്യാപ്തത്തിൽ തുല്യ എണ്ണം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന നിയമമാണിത് അവഗാഡ്രോ നിയമം. തുല്യമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന എല്ലാ വാതകങ്ങളുടെയും തുല്യവ്യാപ്തത്തിന് തുല്യ എണ്ണം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന നിയമമാണിത് അവഗാഡ്രോ നിയമം. പിന്നെ ഡാൾട്ടൺ നിയമമാണ് പറയുക. ഡാൾട്ടൺ പരസ്പര രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വാതകങ്ങളുടെ മിശ്രിതത്തിൽ അവ ചെലുത്തുന്ന ആകമർദ്ദം ഓരോ വാതകവും ചെലുത്തുന്ന ഭാഗിക മർദ്ദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്ന നിയമമാണിത് ഡാൾട്ടൺ നിയമം. പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വാതകങ്ങളുടെ മിശ്രിതത്തിൽ, ഈ വാതകങ്ങൾ തമ്മിൽ പരസ്പരം ലയിക്കുകയോ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വാതകങ്ങളാണെങ്കിൽ അവ ചെലുത്തുന്ന ആകമർദ്ദം, ആ വാതകങ്ങളുടെ ആകമർദ്ദം ഓരോ വാതകവും ചെലുത്തുന്ന ഭാഗിക മർദ്ദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് ഇത് ഡാൾട്ടൺ നിയമം. ഓക്കെ, ഇപ്പോൾ ചാൾസ് നിയമം പറയുന്നത് താപനില കൂടുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം കൂടും, താപനില കുറയുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. വ്യാപ്തവും താപവും നേർ അനുപാതത്തിൽ പ്രവർത്തിക്കും എന്ന് പറയുന്നതാണ് ഇത് ചാൾസ് നിയമം. അവഗാഡ്രോ തുല്യമർദ്ദത്തിലും താപനിലയും സ്ഥിതി ചെയ്യുന്ന എല്ലാ വാതകങ്ങളുടെയും തുല്യവ്യാപ്തത്തിൽ തുല്യ എണ്ണം തന്മാത്രകൾ അടങ്ങിയിരിക്കും എന്ന് പറയുന്ന നിയമമാണിത് അവഗാഡ്രോ നിയമം. ഡാൾട്ടൺ നിയമം പറയുന്നത് പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത വാതകങ്ങളുടെ മിശ്രിതത്തിൽ അവ ചെലുത്തുന്ന ആകമർദ്ദം ഓരോ വാതകങ്ങളും ചെലുത്തുന്ന ഭാഗിക മർദ്ദങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് ഇത് ഡാൾട്ടൺ നിയമം. ഓക്കെ, ഇനി 52ാമത്തെ ചോദ്യമാണ്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കാക്കനാടാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്. ഓക്കെ, കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ്. അപ്പം അതത്രയേ ഉള്ളൂ. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്. ഇനി 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ അത് PJ ആന്റണിയാണ്. ആദ്യ മലയാളി നടനാരാണ്? PJ ആന്റണി. ഓക്കെ, ഈ വർഷം 2025 പ്രഖ്യാപിച്ച പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മമ്മൂട്ടിക്കുമാണ്. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? PJ ആന്റണി. ഇനി 54 താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്ന്,
മൈമൂന എന്ന കഥാപാത്രം സൃഷ്ടിച്ചത് ഒ വി വിജയനാണ്. ശരിയാണ്. ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇത് മൈമൂന. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാ നമുക്ക് പറയാം. കാരണം സ്മാരകശിലകൾ എന്ന നോവലെ കഥാപാത്രമാണ് മൈമൂന. അല്ല, ഖസാക്കിന്റെ ഇതിഹാസങ്ങളിലാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമൂന. അല്ല, അത് ഒ വി വിജയന്റേതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രമാണ് അവിടെ എന്ത് ശരി. കാരണം ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് മൈമൂന. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര്? ഇ വി രാമകൃഷ്ണൻ. ഇ വി രാമകൃഷ്ണന്റെ നോവൽ സാഹിത്യ പഠനമാണിത്. മലയാളത്തിന്റെ ദേശകാലങ്ങൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരാണ്? ഇ വി രാമകൃഷ്ണൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ 86 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. ഓക്കെ, 1. ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഇത് പിറവി. 1989 മികച്ച സിനിമയ്ക്കുള്ള സംവിധാനമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അതും ശരിയാണ്. 1, 2 സ്റ്റേറ്റ്മെന്റ് എന്താണ് അവിടെ ശരിയാണ്. ഓക്കെ. 3. ജി അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. തെറ്റാണ്. ഷാജി എൻ കരുണിന്റെ സിനിമയാണ് ഇത് പിറവി. ഇപ്പം ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഇത് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധാനമുള്ള ദേശീയ അവാർഡ് സിനിമ നേടിയാണ് ഇത് പിറവി. അപ്പോൾ 1, 2 സ്റ്റേറ്റ്മെന്റ് ആണിത് ശരിയായിട്ട് വരുന്ന 2 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ് അടുത്തത്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഇന്ത്യൻ അല്ല, ലോകത്ത് തന്നെ ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഇനി 58. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ് കേട്ടോ. ആദ്യത്തെ നായകനായിട്ട് വരുന്ന ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ഇനി 59. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്? ഒന്ന് ബ്രൗസിംഗിന്റെ സ്പീഡ് കൂട്ടാൻ, അല്ലെങ്കിൽ ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ, ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റ് കുക്കികളോ ഒന്നും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് എഞ്ചിനുകളിൽ സേവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഈ പ്രൈവറ്റ് ബ്രൗസിംഗ് എന്ന് പറയുക. നമ്മുടെ കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന വിവരങ്ങളൊന്നും നമ്മുടെ ബ്രൗസറിനകത്ത് ഹിസ്റ്ററിക്കകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? IMG. ഈ ടാഗാണ് IMG എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡിയിലെ ടാഗാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. അടുത്ത 61. ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണേത്? റൗട്ടർ എന്ന് പറഞ്ഞ ഉപകരണം. അതിൻ്റെ ഉത്തരം എന്താണ്? റൗട്ടർ ആണേ. ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റൗട്ടർ. ഓക്കെ, അപ്പൊ എന്താണ് ഹബ്ബ്? ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണേത്? ഹബ്ബ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണേത്? ഹബ്ബ്. എന്താ റിപ്പീറ്റർ? ഈ വീക്കൻഡ് സിഗ്നലുകളുടെ സ്ട്രെങ്തൻ സിഗ്നലായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത് റിപ്പീറ്റർ എന്ന് പറയുന്നത്. വീക്കനായിട്ടുള്ള സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണമാണിത് റിപ്പീറ്റർ. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൽ നിന്നും അയക്കുന്ന ഡേറ്റ സ്വിച്ചിൽ വെച്ചിട്ടാണ് ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നത്? അയക്കുന്നത്. ഒരു നെറ്റ്വർക്കിനകത്ത് ഉള്ള ഡേറ്റകളിൽ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണിത് സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? റൗട്ടർ. ഹബ്ബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണിത് ഹബ്ബ്. റൗട്ടർ ഒരു ലാൻ
ഇതിനെ ഇന്റർനെറ്റുമായി ഉപയോഗിക്കുന്ന ഉപകരണമാണിത് റൗട്ടർ. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വീക്കൻ സിഗ്നലിനെ സ്ട്രെങ്തൻ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണമാണിത് റിപ്പീറ്റർ. സ്വിച്ച് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൽ നിന്നും അയക്കുന്ന ഡേറ്റ സ്വിച്ചിൽ എത്തിച്ചേർന്നിട്ട് ആ നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രം എന്ത് ചെയ്യുന്നു അയക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത് സ്വിച്ച്. ഇനി 62 ഐക്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി സർട്ടിനാണ്. സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നറിയപ്പെടുന്ന സർട്ടിനാണ്. നാസ്കോം ഒരു സ്വകാര്യ സംഭവമാണ്. ട്രായ് എന്ന് പറഞ്ഞ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ മൊബൈൽ സിമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആണ് ട്രായ്. നീതി ആയോഗ് നിങ്ങൾക്കറിയാം, പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഇവിടെ ഉത്തരവാദമാണ് സർട്ടിനാണ്. ട്രായ് നിങ്ങൾക്ക് നാസ്കോ എന്തായാലും നീതി ആയോഗ് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയില്ല. നാസ്കോ സർട്ടിൻ ട്രായ് ആണ്. ട്രായ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ മൊബൈൽ ഫോണിന്റെ സിമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആര് ട്രായ്. നമ്മുടെ ടെലിഫോൺ രംഗം നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് ആര് ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, സർട്ടിൻ അഥവാ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഐക്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 63 നിങ്ങൾക്കറിയാം ഇൻപുട്ട് ഉപകരണം എന്നുള്ളത് പ്രിന്റർ എന്താണ് ഔട്ട്പുട്ട്, പ്ലോട്ടർ ഔട്ട്പുട്ട്, സ്പീക്കർ ഔട്ട്പുട്ട് ഏതാണ് സ്കാനറാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടും കമ്പ്യൂട്ടറിന് വിവരങ്ങൾ നമുക്ക് തരുന്ന എന്താണ് ഔട്ട്പുട്ടും. ഇനിയും 64 പോക്സോ ആക്ട് ആണ്. പോക്സോ നിയമം 2012 പ്രകാരം ഒരു കുട്ടിയെ നിർവചിച്ചിരിക്കുന്ന ആരാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ വരും പോക്സോ ആക്ട് പ്രകാരം കുട്ടികളുടെ നിർവചിക്കപ്പെടുന്നതാണ്. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്ന ആരെയാണ് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ. അവിടെ ലിംഗഭേദ വ്യത്യാസമൊന്നുമില്ല. 18 വയസ്സ് താഴെയുള്ള ആൺ പെൺകുട്ടികളെ നമ്മൾ എന്ത് വിളിക്കും പോക്സോ ആക്ട് പ്രകാരം കുട്ടിയാണ്. എന്നാൽ ബാലവേല നിരോധനത്തിൽ അത് 15 വയസ്സുമാണ് കേട്ടെ. അത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ കൂടിയിരിക്കണം? ഒരു തവണ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് ചേർന്നിരിക്കണം? ഒരു തവണ ചേർന്നാൽ മതി. ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. വിവരാവകാശ കമ്മീഷണർ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ആറ് കാലാവധി വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയായിട്ട് വരിക 3 വർഷമാണ് കേട്ടോ. വിവരാവകാശ കമ്മീഷണർ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണേ. കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ഇത്തരം ചോദ്യമാണ്. ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. നിലവിലാരാണ്? വിജയ് കിഷോർ രക്കർ. വിജയ് കിഷോർ രക്കറാണ് നിലവിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഗിരിജാ വ്യാസിന്റെ പ്രത്യേകത എന്താണ്? 2 തവണ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായ ഏക വ്യക്തിയാണ് ആര്? ഗിരിജാ വ്യാസ്. ഓക്കെ, ആദ്യത്തേത് ജയന്തി പട്നായിക്, 2 തവണ ഏതാണ്? ഗിരിജാ വ്യാസ്. നിലവിലെ വിജയ് കിഷോർ രക്കർ. വിജയ് കിഷോർ രക്കറാണിത് നിലവിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. 68 ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് എന്നുള്ളതാണ്. 1 പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. ശരിയാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡർമാരും ആരാണ്? പബ്ലിക് സർവൻസ് ആയിട്ടാണ് കണക്കാക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. വേണം, അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 4 ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകും. സൗജന്യ നിയമസഹായം തന്നെയാണ് ഇവിടെ ലഭ്യമാകുക. അപ്പൊ 4ാമത്തേത് ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അവകാശമുണ്ട്. അവർക്ക് മറ്റെങ്ങും പോകാതെ സുരക്ഷിതത്തോടുകൂടി ആ വീട്ടിൽ തന്നെ താമസിക്കുവാനുള്ള അവകാശം എവിടെ നൽകുന്നുണ്ട്? ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് കൊടുത്തത്. പക്ഷേ ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് അതേ വീട്ടിൽ തന്നെ അവർക്ക് കഴിയാനുള്ള അധികാരം ആര് നൽകുന്നുണ്ട്? നിയമം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അപ്പോൾ ബാക്കി 3ഉം ശരിയായ പ്രസ്താവന. അതിനെപ്പറ്റി പഠിച്ചു വെച്ചുകൊള്ളുക. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡറും പബ്ലിക് സർവൻസ് ആണ്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി 69 ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ചാൽ 6 മൊത്തം 7 പേരാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 7 പേരാണ്. ആകെ അംഗങ്ങളുടെ എണ്ണം ആണെങ്കിൽ 7. ഇവിടെ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 6 പേര്. ചെയർപേഴ്സണും മറ്റ് 6 അംഗങ്ങളും, അതിൽ 5 പേര് എവിടെ നിന്നായിരിക്കണം? ഈ മൈനോറിറ്റി സെക്ഷനിൽ ഉൾപ്പെടുന്നവരായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, 5 പേര് മൈനോറിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാവണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മൊത്തം 7 പേര് ചെയർമാനും മറ്റ് 6 പേരും. ചെയർമാൻ ഉൾപ്പെടെയുള്ള ഈ 7 പേരിൽ 5 പേര് എവിടെ നിന്നുള്ള ഏത് സെക്ഷനിലുള്ളവരായിരിക്കണം? ഈ മൈനോറിറ്റി സെക്ഷൻ തന്നെ ഉള്ളവരാവണം എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും 70 സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? കുറഞ്ഞത് 150 ആണേ. കുറഞ്ഞ 150 ആൾക്കാർക്കെങ്കിലും താമസിക്കുവാനുള്ള സൗകര്യമുള്ള വാർദ്ധക്യകാല ഗൃഹങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ GK ക്വസ്റ്റ്യൻസിൻ്റെ. നമ്മൾ 4 പാർട്ടായിട്ട് 1, 2, 3, 4 പാർട്ടായിട്ട് നമ്മൾ GK ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടറും കഴിഞ്ഞു. നമുക്കിനി മാത്സ് ഞാൻ പ്രത്യേകം വേറൊരു ക്ലാസ് ആയിട്ട് എടുത്തിടാം. ബോർഡ് ചെയ്ത് തന്നെ ഇടാം. കാരണം മാത്സ് നമുക്കിങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറൊരു പാറ്റേണിൽ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യാം, അത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഇംഗ്ലീഷിനും ക്ലാസ് ഉണ്ടാവും. ഇംഗ്ലീഷും മാത്സും മലയാളവും നമുക്ക് അടുത്ത ഒരു സെക്ഷനായിട്ട് എന്ത് ചെയ്യാം, ഓരോ സെക്ഷനായിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, താങ്ക് യു.